നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് പുറമെ ഇപ്പോഴത്തെ ചില UDF മന്ത്രിസഭയിലെ ചില അംഗങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും എന്ന സൂചന നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL അതിന്റെ ഡയറക്ടർമാരായ NS ശശിധരൻ കർത്ത, ശരൺ എസ് കർത്ത, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ, അവരുടെ ഏകാംഗ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, കണ്ണൂർ, ബാംഗ്ലൂർ തുടങ്ങി 10ഓളം കേന്ദ്രങ്ങളിലാണ് ED കൊച്ചി സോൺ ഒരേ സമയത്ത് പരിശോധന നടത്തിയത്. പൊതുജനങ്ങൾക്ക് 48.75%, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KCDCക്ക് 13.41%, ഓഹരി പങ്കാളിത്തമുള്ള പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായ CMRL 2019 ജനുവരി മാസത്തിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 130 കോടിയോളം രൂപയുടെ വ്യാജ ചിലവുകൾ കണ്ടെത്തിയിരുന്നു. വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകിയതായി CMRL തന്നെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷന് മുന്നിൽ സമ്മതിച്ചിട്ടുള്ളതുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തുവെങ്കിലും അടിസ്ഥാനപരമായ കുറ്റകൃത്യമില്ല എന്ന് കാട്ടിക്കൊണ്ട് CMRL ഹൈക്കോടതിയെ സമീപിക്കുകയും EDയുടെ ബലപ്രയോഗ നടപടികൾ കോടതി തടയുകയും ചെയ്തിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 3-ാം തീയതിയോടുകൂടി കോർപ്പറേറ്റ് തട്ടിപ്പിനെതിരെ ശശിധരൻ കർത്തയ്ക്കും മറ്റ് 12 പേർക്കുമെതിരെ SFIO എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തതോടുകൂടി കേസിൽ PMLA പ്രകാരമുള്ള അടിസ്ഥാന കുറ്റകൃത്യം നിലവിൽ വന്നു. SFIO കണ്ടെത്തലിനനുസരിച്ച് CMRL ലാഭവിഹിതം നൽകാതിരുന്നിട്ടും MD ആയ ശശിധരൻ കർത്തയും മകനും കൂടി ചേർന്ന് 30.63 കോടി രൂപ പ്രതിഫലമായി കൈപ്പറ്റുകയും കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകാനായി 182 കോടി രൂപയുടെ വ്യാജ പണച്ചെലവുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കർത്തയുടെ കുടുംബത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്പനികൾക്ക് CMRL വഴി 91 കോടി രൂപ നൽകിയതായും കണ്ടെത്തി. ഈ നിയമപരമായ സാഹചര്യങ്ങൾ നിലനിൽക്കെ CMRL ഫയൽ ചെയ്ത റിട്ട് ഹർജി 2026 മെയ് 26-ന് കേരള ഹൈക്കോടതി തള്ളി. PMLA അന്വേഷണം നിയമസാധുതയുള്ളതാണ് എന്നും അന്വേഷണത്തിന് പ്രെഡിക്കേറ്റ് ഒഫൻസ് മുൻകൂട്ടി ആവശ്യമില്ല എന്നും വ്യക്തമാക്കിയ കോടതി SFIO പരാതി നൽകിയതോടുകൂടി കുറ്റകൃത്യം നിലവിലുണ്ട് എന്നും ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് EDക്ക് തുടരന്വേഷണവുമായി മുന്നോട്ടു പോകാൻ വഴി തുറന്നത്. CMRL രേഖപ്പെടുത്തിയ വ്യാജ ചിലവുകളിൽ പ്രധാനപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ IT കൺസൾട്ടൻസിയുടെ മറവിൽ നൽകിയ 2.78 കോടി രൂപയാണ്. ഇതിനു പുറമെ ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള EICPL എന്ന കമ്പനി വഴി തിരിച്ചടപ്പ് ഉറപ്പില്ലാതിരുന്നിട്ടും എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പയായും നൽകി. വീണ വിജയൻ തിരുവനന്തപുരത്ത് പിതാവ് പിണറായി വിജയൻ ഒപ്പമാണ് താമസമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ED സംഘം അവിടെ പരിശോധനയ്ക്കെത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും വീട്ടിലുണ്ടായിരുന്നുവെന്നും പരിശോധനയിൽ കുറ്റകൃത്യം തെളിയിക്കുന്ന നിരവധി രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ, നിക്ഷേപങ്ങൾ എന്നിവ കണ്ടെത്തിയെന്നും ED പരിശോധനയ്ക്ക് പിന്നാലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വിവിധ ബാങ്കുകളിലായി കണ്ടെത്തിയ ഏകദേശം 242 അക്കൗണ്ടുകളിലായി 18 കോടി 36 ലക്ഷം രൂപയോളം മരവിപ്പിച്ചു. ഇതിൽ വീണയുടെ 3 അക്കൗണ്ടുകളും എക്സാലോജിക്കിന്റെ HDFC അക്കൗണ്ടും ഉൾപ്പെടുന്നു. കേരളത്തിലും കർണാടകയിലുമായി നടന്ന വ്യാപക റെയ്ഡുകൾക്ക് പിന്നാലെയാണ് വീണയുടെ HDFC ബാങ്ക് അക്കൗണ്ടുകളും ED മരവിപ്പിച്ചത്. ബാങ്കിലുണ്ടായിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ രേഖകളും പരിശോധനയിൽ ED സംഘം പിടിച്ചെടുത്തു. വീണയുടെ വ്യക്തിഗത മൊബൈൽ ഫോണും ED കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുൻപ് വീണയുടെ സാന്നിധ്യത്തിൽ തുറക്കണോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമാകുമെന്നാണ് വിവരം. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിലെ 8.5 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED സെർച്ച് ടീമിനും CRPF ഉദ്യോഗസ്ഥർക്കും നേരെ ഒരു കൂട്ടം ആളുകൾ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ ഇഷ്ടികകളും ഇരുമ്പ് വടികളും ഉപയോഗിച്ച് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടുവെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലി തകർക്കുകയും ഒരു ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇത് പെട്ടെന്നുണ്ടായ പ്രതികരണമല്ല എന്നും വ്യക്തമായ ആസൂത്രണത്തോടുകൂടി ചിലർ ഒത്താശ ചെയ്ത് നടത്തിയ ആക്രമണമാണ് എന്നും ED വിലയിരുത്തി. കൃത്യമായ നിയമ നടപടികൾ പാലിച്ച് ബലപ്രയോഗത്തിന് മുതിരാതിരുന്ന ED നിലവിൽ തിരുവനന്തപുരം പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ അക്രമ സംഭവം വീണ വിജയനെതിരെ നിയമപരമായി ആയുധമാക്കാനാണ് EDയുടെ നീക്കം. കടുത്ത പ്രതിഷേധവും ആക്രമണവും കാരണം സ്ഥലത്ത് വെച്ച് വീണയുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്താൻ സാധിച്ചില്ല എന്നും
അതിനാൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും ഇ ഡി കോടതിയെ അറിയിക്കും. സമൻസിനെതിരെ വീണ കോടതിയെ സമീപിച്ചാൽ ഈ അക്രമ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇ ഡി കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കും. ആദ്യം CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിനു ശേഷം വീണയ്ക്ക് സമൻസ് അയക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനമെങ്കിലും നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പരിശോധന പൂർത്തിയാക്കി വീണ വിജയന് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് അയക്കും. CMRL നിന്നും പണം കൈപ്പറ്റിയ മറ്റുള്ളവരിലേക്കും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ ഉറവിടത്തിലേക്കും ഇ ഡി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. CMRL പക്കലിൽ നിന്നും പിടിച്ചെടുത്ത ഡയറിയിലെ ചുരുക്കപ്പേരുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴത്തെ UDF മന്ത്രിസഭയിലെ പ്രമുഖ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ച കൈക്കൂലിയുടെയും അവിഹിത സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ ഇ ഡി വിശദമായി പരിശോധിച്ചു വരികയാണ്. വരും ദിവസങ്ങളിൽ ഈ ഡയറിയിൽ പേരുള്ള രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം.